ഹായ് ഡിയേഴ്സ്, ഇത് കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഒരു ജൂൺ 24-ന് എടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്, പുലയനാർ കോട്ടയിലേക്കാണ്. പുലയനാർ കോട്ടയിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലാണെന്നേ തോന്നുന്നില്ല, അത്രയ്ക്ക് ശാന്തതയും നീറ്റ്നെസ്സും ഒക്കെയാണ്. പകരം നല്ല നീറ്റാണ് കേട്ടോ. എങ്കിലും രാത്രി ഒട്ടും ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല ഇവിടെ. നമ്മൾ നേരത്തെ വിളിച്ചിട്ട് തലേന്നത്തേക്ക് ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ ഫാർമസിയാണിത്. ഈ ഫാർമസിയുടെ ബാക്കിലായിട്ടാണ് റൂം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു 3-4 റൂമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴും നമുക്ക് ആ സെയിം റൂം തന്നെയാണ് കിട്ടിയത്. നല്ല നീറ്റായിട്ടുള്ള റൂമും വാഷ്റൂമും ഒക്കെയാണ്. നമ്മൾ ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ വെളുപ്പിനെ 6:30 തൊട്ട് വെളുപ്പിനെ 5:30 നമുക്ക് ടോക്കൺ എടുക്കണം. 6:30 ആകുമ്പോഴത്തേ ബാക്കി പരിപാടികൾ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ തലേ ദിവസമേ വന്ന് റൂം എടുക്കും. അങ്ങനെ സ്റ്റേ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി, കുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങി ശുണ്ട്രുമായി. ഞാനുമായിട്ടനും ഒരുങ്ങി റെഡിയായി വീഡിയോ ഒക്കെ എടുത്തു. ലൈറ്റ് വെട്ടത്ത് നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെളുപ്പ്. ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല. ഞാൻ നോർമലി ലൈറ്റ് വെട്ടത്ത് നിന്നാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കളർ തോന്നിക്കുന്നത്. അങ്ങനെ രാവിലെ വന്ന് എല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് FBSഉം PPBSഉം ഒക്കെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ECG എടുക്കാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം വന്നപ്പം വേറെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഡയറ്റീഷ്യൻ റൂമിൽ പോകണം, BP എടുക്കണം, വെയിറ്റ് ചെക്ക് ചെയ്യണം, ECG എടുക്കണം. അങ്ങനെ പ്രാവശ്യം പിന്നെ എനിക്ക് ECG ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ്. 8 മണി കഴിയും. അങ്ങനെ പിന്നെ ECG ഒക്കെ എടുത്ത് അതിൻ്റെ റിസൾട്ടുമായിട്ട് വേണം നെക്സ്റ്റ് ഡോക്ടർ റൂമിൽ പോകാനായിട്ട്. ഡോക്ടർ റൂമിലെത്തി. ഡോക്ടർ ഉണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ നമ്പർ 5 ആയിരുന്നു. ഡോക്ടർ വിളിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. റൂം നമ്പറും 5 ആണ്, നമ്മുടെ നമ്പറും 5 ആണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഡോക്ടർ ആഗ്നസ് നിമിഷ ഫിസിഷ്യനാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ഡോക്ടർ. നമുക്ക് മെയിനായിട്ട് എൻഡോക്രൈനോളജിയാണ് കാണേണ്ടത്. അതിനി നെക്സ്റ്റ് മന്തോ മറ്റോ ഉണ്ടാവുള്ളൂ. അതായത് ഇനി സെപ്റ്റംബർ വരുമ്പോഴേ നമുക്ക് അതുണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു. ഡോക്ടറെ കണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാൾ മാറ്റമൊക്കെ ഉണ്ട്. മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്നലെ തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വാതിലിൽ നിന്ന് എനിക്ക് മാംഗോസ്റ്റിനും റംബുട്ടാനും ഒക്കെ വാങ്ങിച്ചു തന്നു. അത് കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ സൂവിലേക്ക് വന്നു. എന്തായാലും തിരുവനന്തപുരം വരെ വന്നേലേ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് സൂവിൽ വന്നു. ഏട്ടൻ സൂവിൽ വന്നിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പോഴും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒക്കെ സൂവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നപ്പം എന്തെങ്കിലും അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ഒരു വക കഴിച്ചില്ലല്ലോ. രാവിലെയും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിന് മുമ്പ് ഞാനൊരു 1/2 ചപ്പാത്തിയോ മറ്റോ ആയിരുന്നു കഴിച്ചത്. അപ്പോൾ എനിക്ക് പോപ്കോൺ മതിയെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനൊക്കെ. അങ്ങനെ ചില റംബുട്ടാൻ കഴിച്ചു. അങ്ങനെ ചില സാധനങ്ങൾ മാത്രമേ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ പോപ്കോണും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്കൊരു മുസംബി ജ്യൂസും വാങ്ങിച്ചു തന്നു. ഏട്ടനൊരു ലൈം ജ്യൂസും ഒരു സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സാധനം ഓരോ ടൈമിലാണ് വിളിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടൻ നടക്കുകയാണ്. അങ്ങനെ അതൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് സിംഹവാലം കുരങ്ങനെയാണ്. 2 ആശാന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കടന്നു. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. ഏട്ടൻ ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. സൂല് ഫസ്റ്റ് ടൈം വരുമല്ലേ, ഏട്ടനും വയ്യ നടക്കാൻ. ഈ തുമ്മലൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് പീരീഡ്സ് ആയിട്ട് ഫിസിക്കലി ഒട്ടും ഞാൻ ഫിറ്റല്ലായിരുന്നു. പിന്നെ എനിക്കിതൊക്കെ കാണാനുള്ളൊരിഷ്ടം കൊണ്ട് ഞാൻ ഏട്ടനേക്കാൾ എനർജറ്റിക്കായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇത് മുള്ളുവേങ്ങ കേട്ടോ. എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഈ ആശാനുണ്ടല്ലോ ഒരനക്കവുമില്ല. ഞാൻ കുറേ നേരം നോക്കി നിന്ന്. ഒറിജിനൽ ആണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. ഇത് നമ്മുടെ ഒട്ടക പക്ഷി ഓസ്ട്രിച്ച്. പുള്ളിക്കാരനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കലിപ്പിലാണോ എന്ന് അറിയത്തില്ല, എൻ്റെ നേരെ മണ്ണ് വാരി എറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തോട്ടൊന്നും ഏട്ടൻ വന്നില്ല. പുള്ളി ഒരു സൈഡ് ഒതുങ്ങി നടക്കാൻ വയ്യാന്ന് പറഞ്ഞ്. ഇത് ബട്ടർഫ്ലൈസിൻ്റെ ഏരിയ. പക്ഷെ ഞാനിവിടെ അങ്ങ് ബട്ടർഫ്ലൈസിനെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇതിലെ കൂടെ നടക്കാൻ നല്ല സൂപ്പറാണ്. നല്ല തണുപ്പും ആ ഭാഗമൊക്കെ കാണാനൊരു ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു. പിന്നെ നമ്മൾ റെപ്റ്റൈൽസിൻ്റെ ഏരിയയിലേക്ക് പോയി. രാജവെമ്പാല, മൂർക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ്. ഇത് അനാക്കൊണ്ടയൊക്കെ കണ്ട് കറങ്ങി നടന്ന് അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ വാതിലിൽ നിന്നൊരു മാട്ട കണ്ണാടയും ഒരു കമ്മലും ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് ഷോ ഓഫ് ഒക്കെ ചെയ്ത് വരികയാണ്. പിന്നെ ഒരു 2:30 ആയപ്പോൾ ആകെ വിശന്നേട്ടന് നല്ല വിശപ്പ്. എനിക്ക് പക്ഷേ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഒരു ഊണ് പറഞ്ഞു വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഞാൻ 2-3 വായനകത്തുനിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു. ഒരു ലൈമ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി മധുരം ഇടലേ എന്ന് പറഞ്ഞ ചേച്ചി അവിടെ അത് പറയാൻ മറന്നുപോയി.
അന്നേരം വന്നിട്ട് പറഞ്ഞു മധുരം. അപ്പോൾ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ കുടിക്കാനൊരു പ്ലാൻ ഇട്ടത്, പക്ഷേ ചേട്ടനത് മുടക്കി. ഞാൻ എടുത്തോളാം ചേച്ചി, വേറെ അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ എന്ന്. പക്ഷേ കുടിച്ച് നോക്കിയപ്പം ഭയങ്കര മധുരമായിരുന്നുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനൊരു ചോറ് കഴിപ്പ് ഞാനങ്ങ് നിർത്തിയതാണ്. അപ്പോൾ കൊണ്ട് ഒന്നും കൂടി ഒരു വായും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് 2-3 വായും കൂടെ ഒക്കെ വാരി തന്ന്. അങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ച് നല്ല ലൈം ജ്യൂസായിരുന്നു, അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് എൻ്റെ ബ്രദറിനെ കിട്ടി. പിന്നെ പുള്ളി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ തളിരും കുളിരും ഇരിപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് പോയതല്ലേ, ഇപ്പോൾ സത്യത്തെ എങ്ങോട്ടേലും പോകുമ്പം അച്ഛനെയും അമ്മയും മാത്രമല്ല ഇവരെ കൂടെ മിസ് ചെയ്യുന്നത്. കയറി വന്നപ്പോൾ തന്നെ ചാടി എണീറ്റ് നിൽക്കുന്നത്. സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ പോച്ച് കൊടുക്കണം, അതിനായി എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ടാറ്റാ.